പാറശാലയിലെ ഷാരോൺ എന്ന യുവാവിനെ കഷായത്തിലും ജ്യൂസിലുമെല്ലാം വിഷം കലർത്തിക്കൊടുത്ത് കൊല നടത്തിയ ഗ്രീഷ്മ. ആ ഗ്രീഷ്മയുടെ മുഖവും ചിത്രവും ഒന്നും നമ്മളാരും മറന്നിട്ടുണ്ടാകില്ല. ഇപ്പോൾ ഗ്രീഷ്മ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. കോതമംഗലത്ത് കാമുകനെ വിഷം കൊടുത്തു കൊന്ന കേസ് ഈ കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. ഈ കേസിന് പാറശാലയിലെ ഷാരോൺ രാജ് കൊലക്കേസും തമ്മിൽ ഏറെ സാമ്യമുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. കാമുകിയെ വിശ്വസിച്ച് കളനാശിനി കലർത്തിയ പാനീയം കുടിക്കുകയായിരുന്നു പാറശാലയിൽ ഷാരോൺ ചെയ്തത്. കോതമംഗലത്ത് അൻസലിനും ഏതാണ്ട് ഇതേ തരത്തിൽ തന്നെയാണ് ജീവൻ നഷ്ടമായത്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചുവെങ്കിലും കേരളം അറിയാതെ പോയ ഷാരോണിൻ്റെ കുടുംബത്തിൻ്റെ ദൈന്യത നിറഞ്ഞ ജീവിതകഥ ന്യൂസ് 18 പുറത്തുവിടുകയാണ്. കേരളത്തെ ഞെട്ടിച്ച പാറശാലയിലെ ഷാരോൺ രാജിന്റെ കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള കാമുകി ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ച ശേഷവും ഷാരോണിന്റെ നീറുന്ന വിങ്ങുന്ന ഓർമ്മകൾ പേറി ദിവസങ്ങൾ കഴിച്ചുകൂട്ടുന്ന ഒരു കുടുംബം ഇപ്പോഴും പാറശാലയിലെ സമുദായമുക്കിലുണ്ട്. എല്ലാ ദിവസവും തങ്ങളുടെ പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെട്ടതിന്റെ വേദന പരസ്പരം പങ്കുവെച്ചുകൊണ്ട് വേദന ഉള്ളിലൊതുക്കി വിങ്ങുന്ന ഹൃദയവുമായി കഴിയുന്ന ജയരാജും ഭാര്യയും അവർ കേരള മനസാക്ഷിയുടെ മുഴുവൻ നോവായി മാറുന്ന ഒരു സാഹചര്യം അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സമാനമായ മറ്റൊരു വാർത്ത കോതമംഗലത്ത് നിന്നും കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്നത്. ഇപ്പോൾ ജയരാജ് എന്നോടൊപ്പം ചേരുന്നു. ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരത്തെ ഈ കേസിന്റെ വിധി വരുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴെങ്ങനെയാണ് ആരോഗ്യസ്ഥിതി? ആരോഗ്യസ്ഥിതി ഇപ്പോഴും ആ ഒരു കണ്ടീഷനിൽ തന്നെ. എനിക്ക് ഓർമ്മയിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു സൈഡ് സ്റ്റോക്കായി പോയി, മൊത്തം വലത് സൈഡ്. അതിന്റെ ചികിത്സ നടക്കുന്നുണ്ട്. ഈ ഒരു കേസിൽ ഞങ്ങളെല്ലാവരും നിങ്ങളുടെ അടുത്ത് വാർത്തകൾക്ക് വേണ്ടി പലപ്പോഴും നിങ്ങളുടെ പ്രതികരണവും ഈ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അതിനോടുള്ള ഒരു നിങ്ങളുടെ ഒരു പ്രതികരണം എന്താണെന്ന് അറിയാനൊക്കെ അമ്മയൊക്കെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പലപ്പോഴും ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കുടുംബത്തിന്റെ മറ്റ് സാഹചര്യങ്ങളെപ്പറ്റി പുറം ലോകത്തിന് ഒന്നും അറിയില്ല. നിലവിൽ എങ്ങനെയാണ് ഈ കുടുംബം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്? ഞങ്ങളുടെ ജീവിതം വല്ലാത്ത കഷ്ടത്തിലുള്ള ജീവിതമാണ്. ഞങ്ങളങ്ങനെ ജീവിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ആത്മാവിൽ ജീവിക്കുന്നു. മരണമാണ് ഞങ്ങളെ മുന്നിലുള്ളത്, വേറെ ഒന്നുമില്ല. ആ കണ്ടീഷനിലാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചു പോണത്. പിന്നെ മറ്റുള്ളവരെ മുമ്പ് ഞങ്ങൾ എന്തോന്ന് പറഞ്ഞിട്ട് ഒരു ഇതുമില്ല. ഞങ്ങൾക്ക് ന്യായമായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചത്. നേരത്തെ ഈ വീട്ടിലൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ അറിയുന്നത്. അത് എന്താണ് അതിന്റെ നിലവിലെ അവസ്ഥ വളരെ മോശമാണ്. അടച്ചു തീർത്തേ പറ്റൂ. ബാങ്കിലെ ബാധ്യതയുണ്ട്. നല്ല എമൗണ്ട് ഉണ്ട്. അത് ജപ്തിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം? ജപ്തിയിലേക്ക് നീങ്ങി അതിനെ മുത്തൂറ്റ് വഴി അതിനെ ജപ്തി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ലോണായിട്ട് പോകുന്നുണ്ട്, അടച്ചു പോകുന്നുണ്ട്, കഷ്ടപ്പെട്ട് അടച്ചു പോകുന്നുണ്ട്. കേരള ബാങ്കിൽ നിന്നാണ്? കേരള ബാങ്കിൽ നിന്ന്. അത് ഒരു വർഷമായി. ഒരു 6 മാസത്തിന് മുമ്പ് മോന്റെ കേസ് ജനുവരി 20-ാം തീയതി ആയിരുന്നു കേസിന്റെ വിധിയായിരുന്നു. അതിനും ഒരു 2-3 മാസത്തിന് മുമ്പ് വീടും സ്ഥലവും ജപ്തി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുത്തൂറ്റിൽ നിന്ന് പൈസ എടുത്ത് അതിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത് തിരിച്ചടച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാരോന്റെ ചേട്ടൻ എന്താണ് ചെയ്യുന്നത്? അവന് ആയുർവേദമാണ്. എനിക്ക് ബാക്കി പറയാൻ എനിക്ക് പറ്റില്ല. ഇപ്പം വിദേശത്താണല്ലേ? മോൻ ഇവിടെ ഇല്ല. മോന് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കിട്ടുന്ന ബാക്കി ബാലൻസ് എന്തെങ്കിലും കൊടുക്കണതിനെ വെച്ച് ലോൺ അടച്ചു പോവുകയാണ്. ഞങ്ങൾ അത്രയ്ക്ക് കഷ്ടത്തിലാണ്. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? ഞങ്ങളുടെ കാര്യം വലിയ കഷ്ടമാണ്. ഞങ്ങളിങ്ങനെ പോകണം. എനിക്ക് വണ്ടി ഓടാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു സൈഡ് മൊത്തം സോക്കായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ ഇരുന്നിട്ട് മോനെ കുറിച്ചുള്ള ഓർമ്മയിൽ അങ്ങനെ ജീവിച്ചു പോകണം. വധശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്തുനിന്ന് മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു തിരിച്ചടി ഉണ്ടായാൽ എങ്ങനെയാണ് അതിനെ നിങ്ങൾ നോക്കി? അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളെ വിശ്വാസം. ഞങ്ങളെ നിയമത്തിൽ കറക്റ്റായിട്ട് ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ മോന്റെ കേസ് അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള 100% പ്രതീക്ഷയിലാണ് ഞങ്ങൾ. കഴിഞ്ഞ ദിവസം ഇതേപോലെ സമാനമായൊരു സംഭവം കോതമംഗലത്തും ഉണ്ടായി. ഇതുപോലെ തന്നെ കളനാശിനി
പെട്ടെന്ന് സമാനമായ കേസെന്ന് പോലീസ് തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് ഈ ഗ്രീഷ്മ അന്ന് ചെയ്ത ഒരു പ്രവൃത്തി മറ്റേതോ ആളുകൾക്ക് കൂടി ഈ ഈ കുറ്റകൃത്യം ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അതൊരു ഒരു പ്രചോദനമാകുന്ന തരത്തിലേക്ക് മാറിയെന്ന് തോന്നും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ. ഈ സംഭവം ശ്രദ്ധിച്ചിരുന്നു ഈ കാര്യം? ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ എപ്പോഴും വാർത്ത കേൾക്കുക എന്നുള്ളതാണ്. ചാനൽ കാണുക, വാർത്ത കേൾക്കുക, കേസുകളെ കുറിച്ച് അറിയുക. വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് കഴിയില്ല സംസാരിക്കാൻ. അപ്പം നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ അമ്മയാണ്, ഷാരോന്റെ അമ്മയാണ് ജോലിക്ക് പോകുന്നത്? അമ്മയാണ് ഇപ്പോൾ ജോലിക്ക് പോണത്. ആ തുച്ഛമായ വരുമാനത്തിലാണ്? തുച്ഛമായ പൈസ കൊടുത്ത് വീട്ടിലെ കാര്യം നടത്തി. ഞങ്ങൾക്ക് പലിശ ബാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നുണ്ട്. ഈ കേസിന്റെ കാര്യങ്ങൾക്കൊക്കെ മറ്റാരെങ്കിലും സഹായിക്കുമായിരുന്നോ? ഇല്ല, ഞങ്ങൾ ന്യായമായ രീതിയിലല്ലേ പോയത്. ഞങ്ങൾ വളർന്ന വഴി ഒന്നും പോയിട്ടില്ല. അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഞങ്ങൾ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. കേസിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും പോണത്. ഒന്നും സംഭവിക്കില്ല. കോടതി വിധി ഫോളോ ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ഈ ഗ്രീഷ്മ എപ്പോഴേലും നിങ്ങളെ കാണുമോ, മാപ്പ് പറയാൻ ശ്രമിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു മാപ്പുമായിട്ട് വന്നാലും അത് അങ്ങനെ വന്നാലൊന്നും പരിസരത്ത് പോലും വരാൻ അനുവദിക്കില്ല. ഒരിക്കൽ പോലും കണ്ടിട്ടില്ല? ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഞാൻ കോടതി വെച്ച് കണ്ടതാണ്, അല്ലാതെ കണ്ടിട്ടില്ല. ഇവിടെ അങ്ങനെ കണ്ടിട്ടേ ഇല്ല അല്ലേ? ഈ മകൻ പറഞ്ഞുള്ള അറിവേ? മകൻ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പം ഈ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ വധശിക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകും? ആ ഒരു തീരുമാനത്തിലാണ്. ഞങ്ങൾക്ക് ഇനി ആകെ ഉള്ള സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് മകന് വേണ്ടി. ഇങ്ങനെ ഒരു ബാധ്യത ഉണ്ടാകാനുണ്ടായ കാരണം ഇവരെ പഠിപ്പിച്ചതിന്റെ പേരിലായിരുന്നു? മക്കളെ ആവശ്യത്തിന് പഠിത്തത്തിന് വേണ്ടി തന്നെ. നിങ്ങൾ എന്ത് ജോലിയാണ്? ഓട്ടോറിക്ഷ ഓട്ടിക്കായിരുന്നു. നൈറ്റ് വാച്ച്മാനായിട്ട് പോകുമായിരുന്നു. അങ്ങനെയാണ് ഇവരെ രണ്ടുപേരും പഠിപ്പിച്ചത്? മക്കളെ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും ഈ അച്ഛനോട് ചോദിക്കുന്നില്ല, കാരണം അത് അനൗചിത്യമായി പോകും. അദ്ദേഹത്തിന്റെ ആ തുളുമ്പുന്ന കണ്ണീരിൽ ആ പ്രിയപ്പെട്ട മകനോടുള്ള സ്നേഹം എത്രത്തോളമായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഈ കുടുംബത്തിന്റെ ഇന്നുവരെ കേരളം കേൾക്കാത്ത ഏറ്റവും വേദന നിറഞ്ഞ, ധൈര്യം നിറഞ്ഞ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായി പാടുപെടുന്ന ഏറ്റവും പ്രയാസകരമായൊരു, ആരോടും പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് നമ്മളോട് അവരിന്ന് പങ്കുവച്ചേക്കുന്നത്. ഇത് ആരും അറിയുകയോ ഇതിൻ്റെ പേര് ഞങ്ങൾക്കൊരു സഹായമോ ഒന്നും വേണ്ട, അത് വാർത്തയാക്കാനാണെങ്കിൽ അത് എടുക്കേണ്ട കാര്യം പോലും ഇല്ല എന്നാണ് ആദ്യം അവർ എന്നോട് പറഞ്ഞത്. പക്ഷേ കേരളം ഒരുപാട് ചർച്ച ചെയ്ത ഷാരോൺ രാജൻ്റെ കുടുംബം, ആ കുടുംബത്തിൻ്റെ ഏറ്റവും ദുഃഖം നിറഞ്ഞ അവസ്ഥ, അതും മലയാളികൾ, നന്മയുള്ള മനസ്സുള്ള മലയാളികൾ അറിയേണ്ടത് അനിവാര്യതയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.